മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനാണ് ദിലീപ്. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ചില ശ്രദ്ധേയമായ ഹൈലൈറ്റുകൾ എന്താണെന്നൊന്ന് നോക്കിയാലോ. 1991 മുതൽ 99 വരെ ഏഷ്യാനെറ്റിലെ കോമിക്കോള എന്ന ടെലിവിഷൻ കോമഡി പരമ്പരയിൽ അഭിനയിച്ചതോടെയാണ് ദിലീപ് ശ്രദ്ധിക്കപ്പെടുന്നത്. 96-ൽ ഈ പുഴയും കടന്ന്, സല്ലാപം എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവായി. 2001-ൽ ഈ പറക്കും തളിക, 2002-ൽ പുറത്തിറങ്ങിയ മീശ മാധവൻ, കുബേരൻ എന്ന ചിത്രത്തിലെ വേഷം അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തി. 2002-ൽ രാഞ്ചീയം എന്ന തമിഴ് സിനിമയിലും അരങ്ങേറ്റം നടത്തി. 150-ലധികം സിനിമകളിൽ അഭിനയിച്ച ദിലീപ് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2011-ൽ ഇറങ്ങിയ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടറായി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വാങ്ങിക്കൊടുത്തു. അതുപോലെ അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ സിനിമകൾ: 2002-ൽ മീശ മാധവൻ, 2003-ൽ CID മൂസ, 2005-ൽ പാണ്ടിപ്പട, 2008-ൽ 2020, 2011-ൽ മെട്രോ, 2015-ൽ 2 കൺട്രീസ്, രാമലീല, ലവ് 24x7 അങ്ങനെ നിരവധി സിനിമകൾ. അങ്ങനെ ദിലീപ് എന്ന നടനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ മലയാളികൾ ജനപ്രിയ നടനെന്ന് വിളിക്കാൻ തുടങ്ങി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കാണാനും കണ്ടു രസിക്കാനും ഉള്ള കുറേ സിനിമകൾ ദിലീപ് സമ്മാനിച്ചിട്ടുണ്ട്. 5 വർഷം അടുപ്പിച്ച് തൻ്റെ പടങ്ങൾ വിഷുവിന്നറാക്കിയ മലയാളത്തിലെ ഏക നടൻ. പാപ്പിയപ്പച്ചൻ, ചൈന ടൗൺ, കല്യാണരാമൻ, റിംഗ് മാസ്റ്റർ, ഇഷ്ടം അങ്ങനെ നിരവധി ചലച്ചിത്രങ്ങൾ. ഇന്ന് എല്ലാവരും ആഘോഷമാക്കുന്ന തലയെയും ഭിലാലിനെയും ബോക്സ് ഓഫീസിൽ വിറപ്പിച്ചത് ഒരു സാധാരണക്കാരനായ വിനോദായിരുന്നു. വാളയാർ പരമശിവമായി റൺവേ എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ശ്രദ്ധ നേടി. കൊച്ചി രാജാവ്, പച്ചക്കുതിര, ചാന്തുപൊട്ട്, കുഞ്ഞിക്കൂനൻ, ചെസ്, ജോക്കർ, മായാമോഹിനി, സൗണ്ട് തോമ, ചക്കരമുത്ത്, തിളക്കം എന്നീ സിനിമകളിൽ അഭിനയത്തിന്റെ ആഴങ്ങൾ കീഴടക്കുന്നത് നമ്മൾക്ക് കാണിച്ചു തന്നു. അതേസമയം ഈ അടുത്തിടെ ദിലീപിന് തൻ്റെ കംഫർട്ട് സോണിന് പുറത്ത് സിനിമകൾ ചെയ്യാൻ കഴിയുന്നില്ല. ദിലീപിന് ഒരു അവതരണം മാറ്റാൻ പറ്റുന്നില്ല. ഉള്ളടക്കം മാറ്റാൻ ശ്രമിച്ചാലും ദിലീപ് തൻ്റെ അന്തർലീനമായ ശൈലിയിൽ നിന്ന് മാറില്ല. ബാന്ദ്ര, തങ്കമണി, പവി കെയർടേക്കർ, വോയിസ് ഓഫ് സത്യനാഥൻ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനാവാതെ വീണുപോയ സിനിമകൾ. അത്തരം സിനിമകളിൽ നിന്ന് പ്രേക്ഷകർ പെട്ടെന്ന് ഒളിച്ചോടിപ്പോകും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംഭവിക്കുന്നത് ഇതാണ്. കുട്ടികളും കുടുംബങ്ങളും അടങ്ങുന്ന ഒരു സുരക്ഷിത പ്രേക്ഷകരെ ആകർഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ ആ സിനിമകളെല്ലാം പരാജയപ്പെട്ടു. പുതുമയുടെ അഭാവത്തേക്കാൾ വലിയ കാരണം ഗുണനിലവാരമില്ലായ്മയാണ്. എന്തായാലും ഒടുവിൽ പുറത്തിറങ്ങിയ പ്രിൻസ് എന്ന സിനിമ നല്ല മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ പഴയ പ്രതാപത്തോടെ തിരിച്ചു വരാൻ നമുക്ക് ആശംസിക്കാം.